ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അവിടെ പറയുന്നതായിരിക്കും. വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് നോക്കാം. ഇപ്പോഴും പുറത്തേക്ക് വരാതെ ഇരുട്ടിൽ കിടക്കുന്ന ഈ പ്രണയബന്ധത്തിലെ ചില സത്യങ്ങൾ ഈ വ്യക്തി അറിയുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് മാക്സിമം ഉറപ്പായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെ ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഉപകാരപ്രദമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വ്യക്തമായിട്ടും അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കുന്നില്ല എന്നാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു സാഹചര്യമൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഒരു റീഡിംഗ് കാണാവുന്നതാണ്. അതുപോലെ തേർഡ് പാർട്ടി ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷനിലൂടെയും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഈ ഒരു റീഡിംഗ് കാണാം. ഓക്കെ, പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള നല്ലത് മാത്രം റീസണേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ട് കളയാം. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരുപാട് എനർജീസ് വരും. സോ അതിനനുസരിച്ചിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അൺറിക്വൈറ്റഡ് ലവ് ആണ് കാണിക്കുന്നത്. There's not enough attraction or chemistry to keep this relationship going എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് കുറേ നാളുകൾ എന്ന് വെച്ചാൽ ഇപ്പോൾ അത് ആഴ്ചകളോ ദിവസങ്ങളോ മാസങ്ങളോ ആയിക്കോട്ടെ, പക്ഷെ അത് എത്ര കാലമായിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കുന്നു എന്നുള്ളതിലല്ല, അങ്ങനെയല്ല, കാലഘട്ടത്തെ പറ്റിയിട്ടല്ല ഇവിടെ പറയുന്നത്. പക്ഷെ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ സ്വസ്ഥമായിട്ടും മര്യാദക്ക് പ്രണയിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഈ ഒരു പ്രണയബന്ധം എത്തി നിൽക്കുന്നത്. നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു പ്രൈവസി ഇല്ല, മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തമായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. മറ്റുള്ളവർ സ്നേഹിക്കുന്നത് പോലെ വളരെയധികം ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ രണ്ടുപേരെ കൊണ്ടും കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ, കാരണം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാവില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പണ്ടത്തെ ഒരു എനർജി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഒരുപാട് പ്രണയിച്ച് വളരെ പോസിറ്റീവായിട്ട് നടന്നുകൊണ്ടിരുന്ന ആൾക്കാരായിരിക്കാം. ഒരിക്കലും പിരിയാത്ത രണ്ട് ഇണക്കുരുവികളെ പോലെ വളരെ മനോഹരമായിട്ട് പോയിട്ടുള്ള രണ്ട് കപ്പിൾസ് ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ ഒട്ടും തന്നെ ഈ പേഴ്സൺ മാറി നിൽക്കുന്നതായിട്ട്, അതായത് ഈ റീഡിംഗ് മുഴുവനായിട്ട് കാണുക, മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. അതായത് അതൊരിക്കലും സ്നേഹമില്ല എന്നല്ല അതിൻ്റെ അർത്ഥം, പക്ഷേ ഇപ്പോൾ മാറി നിൽക്കുന്നു. അത് എന്തൊക്കെയോ സാഹചര്യങ്ങൾ കാരണം എന്തൊക്കെയോ കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടാത്തത് കൊണ്ട് മാറി നിൽക്കുന്നു. ഈ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ വ്യക്തി വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ പ്രണയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല, അല്ലെങ്കിൽ പ്രണയിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. ഈ ഒരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള തക്കതായ കാരണങ്ങൾ ഉണ്ടാകും. യെസ്, ഇൻ ടു ദ അൺനോൺ ആണ് കാണിക്കുന്നത്. ഈ പേഴ്സന്റെ കണ്ണ് മറ്റാരൊക്കെയോ കെട്ടിയിട്ടുണ്ട്. അതായത് ശരിക്കും ഒരു തുണി എടുത്തിട്ട് കണ്ണ് കെട്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ പേഴ്സനെ കുറച്ചധികം മിസ്ഡയറക്റ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ, അതായത് വഴി തെറ്റിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ്ലി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ കാരണത്താൽ അല്ലെങ്കിൽ ഏതൊക്കെയോ വ്യക്തികൾ ഏതൊക്കെയോ സാഹചര്യത്തിൽ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റിയതായിട്ടാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ലേഡിയുടെ കണ്ണ് കെട്ടിപ്പൊത്തിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ആ ഒരു താക്കോൽ കൂട്ടം കയ്യിലുണ്ട്. താക്കോലുണ്ട്,
താഴെ തുറക്കാൻ പറ്റുന്ന താക്കോല് കയ്യിലുണ്ട്. പക്ഷെ കണ്ണ് കെട്ടി വെച്ചിരിക്കുകയാണ്. ഈ കണ്ണ് കെട്ടി വെക്കുമ്പോൾ നമുക്ക് എങ്ങോട്ട് പോയാലാണ് ആ ഒരു വാതില് അല്ലെങ്കിൽ ഈ താക്കോലിട്ട് തുറക്കാൻ പറ്റുന്ന ആ ഒരു കാര്യം എവിടെയാണ് ഇരിക്കുന്നതെന്നുള്ളത് നമുക്ക് എങ്ങനെ കാണാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ പേഴ്സണ് വന്ന് ചേർന്നത്. മനസ്സിലായോ? അപ്പൊ ഇതൊരു വ്യക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു കാർഡും കൂടിയാണ്. അത് മാത്രമല്ല, ഈ പേഴ്സൺ അത് ആദ്യം മനസ്സിലായിരുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ആദ്യം ഈ പേഴ്സണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം, തേർഡ് പാർട്ടി ഈ പേഴ്സണോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹങ്ങൾ, ഇതൊന്നും തന്നെ ഈ പേഴ്സൺ മനസ്സിലാക്കിയിരുന്നില്ല. തേർഡ് പാർട്ടി കംപ്ലീറ്റ്ലി പോസിറ്റീവായിട്ടുള്ള വ്യക്തിയായിരിക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തേർഡ് പാർട്ടി വളരെ നെഗറ്റീവ് ആയിരുന്നുവെന്നും ഈ പേഴ്സണെ മിസ്ഡയറക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് തേർഡ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും ഈ പേഴ്സൺ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇൻടു ദ അൺനോൺ എന്നാണ് കാണിക്കുന്നത്. കാരണം അറിയാത്ത കാര്യങ്ങൾ, കാണാപ്പുറങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്പർ 27 ദ സ്ഫിയർ. യെസ്, ഇവിടെ ഒരു ലേഡി തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയൊരു ശത്രുവായിട്ട് നിൽക്കുന്നത്. അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്, ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. അത് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ എക്സ് ഗേൾ ഫ്രണ്ട്, ബോയ് ഫ്രണ്ട്, എക്സ് ഹസ്ബൻഡ് ഓർ വൈഫ്, അങ്ങനെ ആയിരിക്കാം. എന്താണെന്നറിയില്ല, ഇവിടെ വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലേഡീനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവര് നല്ല രീതിയിൽ അത്യാവശ്യം നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധം അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം നല്ലൊരു തകൃതിയാക്കിയിട്ടുണ്ട്. അതായത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ലേഡി കയറി വന്നിട്ട് വളരെയധികം ഒരുപാട് മാനിപ്പുലേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് തെറ്റിദ്ധാരണകൾ എന്നീ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ നമുക്ക് ഈ ഒരു എനർജിയും കൂടെ സൂചിപ്പിക്കുന്നത് ഒരു മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് എനർജി, ഇങ്ങനത്തെ സിറ്റുവേഷൻസും കൂടി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരം ഒരു സാഹചര്യവും കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ മദറിലോ ആയിരിക്കാം. ഇറ്റ്സ് എ ജനറൽ റീഡിങ്. ഓരോ ആൾക്കാർക്കും ഓരോ വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ആയിരിക്കാം. ചിലവരുടെ കേസിൽ മദറിലോ ആയിരിക്കാം, ചിലവരുടെ കേസിൽ സ്വന്തം കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിരിക്കാം, എക്സ് ബോയ് ഫ്രണ്ട് ഓർ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം. അങ്ങനെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ലേഡീനെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ അവരെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എത്തി നിൽക്കുന്നത്. ദ കിങ് ഓഫ് ഫോഴ്സസ് ആണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഒരു പ്രാവർത്തികമാക്കുന്ന, അതായത് പ്രാക്ടിക്കലിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്തയിലേക്ക് ഈ പേഴ്സൺ ഇപ്പോൾ വീണ്ടും വരുന്നുണ്ട്. അതായത് ആദ്യം നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ വ്യക്തിക്ക് എങ്ങനെയുള്ള ചിന്തകളാണോ മനോഭാവമാണോ ഉണ്ടായിരുന്നത്, ആ ഒരു എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദ കിങ് ഓഫ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ഇവിടെ മാസ്കുലൈൻ എനർജിയാണ് അധികമായിട്ട് കാണിക്കുന്നത്. ഇപ്പോൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പുരുഷന്മാരാണെങ്കിൽ നിങ്ങളുടെ എനർജി വളരെയധികം ഉയർന്നാണ് നിൽക്കുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നത് ലേഡീസ് ആണെങ്കിൽ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി പുരുഷനാണെങ്കിൽ അവരുടെ എനർജിയാണ് ഹൈ ആയിട്ട് നിൽക്കുന്നത്. ഇത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഏറെ കൂടുതൽ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകാം, ഇപ്പോഴും തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ടാകാം. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷന്റെ സാന്നിധ്യം കാരണം ഈ പേഴ്സന്റെ എനർജി കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് വരാൻ സാധിക്കാതെ, നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ യാഥാർത്ഥ്യമാക്കാൻ പറ്റാതെ ഇരുന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പേഴ്സന്റെ എനർജി വളരെയധികം അനുകൂലമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എല്ലാ കാലത്തും ഏത് സമയത്തും ശത്രുവിന് മാത്രം അനുകൂലം കൊടുക്കില്ലല്ലോ, നമുക്കൊക്കെ ചാൻസ് തരും. അപ്പൊ ആ ഒരു ചാൻസിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ഓൺ നറേറ്റീവ് എന്നാണ്. കാരണം നമുക്കിവിടെ വ്യക്തമായും കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു ലേഡി ഇങ്ങനെ നിന്ന് ഡാൻസ് ചെയ്യാണ്, എന്തൊക്കെയോ ചെയ്യാണ്. ഒരു കൈകളുണ്ട്, ആ നൂലുകൾ ഈ ലേഡിയുടെ കയ്യിലും കാലിലും ഒക്കെ കെട്ടിവെച്ചിട്ട് ആ കൈ അനങ്ങുന്നതിനനുസരിച്ചിട്ടാണ് ഈ ഒരു ലേഡി അനങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു അല്ലേ, നമ്മളൊരു പാവക്കുട്ടിയെ പോലെയാണ്. മറ്റുള്ളവർ അനക്കുന്നതിനനുസരിച്ച് ആ പാവ അനങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത് പോലെയായിരുന്നു ഈ പേഴ്സന്റെ ജീവിതം. മനസ്സിലായോ?
അത് ബ്ലാക്ക് മാജിക് എഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പറയേ വേണ്ട. ഭയങ്കരമായിട്ട് മറ്റുള്ളവർ കൺട്രോൾ ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരുന്നു ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്നിരുന്നത്. ഇപ്പോഴും ഒരുപക്ഷെ അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തിയുടെ യഥാർത്ഥ എനർജിയിലേക്ക്, ഒന്നില്ലെങ്കിൽ ഈ വ്യക്തിക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് തന്നെ ഈ പേഴ്സണ് ഒരവസരം ഒരുക്കി കൊടുക്കുന്നു. അതല്ല എങ്കിൽ ഈ പേഴ്സൺ സ്വന്തമായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ പണ്ടെപ്പോഴോ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളെ കല്യാണം കഴിക്കുന്നതും നിങ്ങളെ സ്വന്തമാക്കുന്നതും ആയിരിക്കാം. പണ്ടെപ്പോഴോ മാനിഫെസ്റ്റേഷൻ ചെയ്ത് അത് വിട്ട് കളഞ്ഞിട്ടുള്ളൊരു കാര്യമായിരിക്കണം. അപ്പോൾ ആ ഒരു മാനിഫെസ്റ്റേഷനിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ഓൺ നറേറ്റീവ് എന്നാണ്. സ്വന്തം ജീവിതത്തിന്റെ കൺട്രോൾ സ്വന്തമായി തന്നെ എടുക്കാൻ പഠിക്കുക എന്നുള്ള രീതിയിലാണ് ഈ ഒരു കാർഡ് ഈ പേഴ്സന്റെ എനർജിയിൽ വന്നിട്ടുള്ളത്. അതുപോലെ നമ്പർ 22 ആണ്, ബാലൻസിങ് എനർജിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാലം മറ്റുള്ളവർ ഈ പേഴ്സണെ കൊണ്ട് വട്ട് കളിപ്പിച്ചു, അല്ലെങ്കിൽ തോന്നിവാസം ചെയ്യിപ്പിച്ചു. പക്ഷെ ഇനി ഈ പേഴ്സൺ അതിനൊന്നും കിട്ടില്ല എന്നും ഈ വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു നിലപാടും അഭിപ്രായവും ഉണ്ട് എന്നുള്ളൊരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് സ്പേസ് ഷിപ്പാണ്. ഡോണ്ട് ബി അഫ്രൈഡ് ടു സിങ് എന്നാണ്. അതായത് ഇതിന്റെ ഒരു ആശയം കൊണ്ട് സൂചിപ്പിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഴ്സൺ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം പേടിക്കുകയും ഭയപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. ഇപ്പൊ കുഞ്ഞുനാളിൽ മുതൽ തൊട്ട് തന്നെ ഈ പേഴ്സൺ ഒരുപാട് മെന്റൽ ട്രോമാസ് ഉണ്ടായിട്ടുണ്ടാകാം. ഇപ്പൊ മറ്റുള്ളവർ നന്നായിട്ട് നിയന്ത്രിക്കുന്നത് കൊണ്ട് തന്നെ, മറ്റുള്ളവരുടെ നെഗറ്റീവ് എനർജീസ് ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെ ഈ പേഴ്സണ് സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനോ സ്വന്തം അഭിപ്രായം പറയുവാനോ കഴിവുകളുമായി മുന്നോട്ട് പോകാനോ സാധിച്ചിരുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്, എന്തിനാണ് ഞാൻ ഭയപ്പെടുന്നത്? ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കണം, എന്തിനാണ് ഞാൻ ഭയപ്പെടുന്നത്, ആരെയാണ് ഭയപ്പെടുന്നത്, ഇങ്ങനെ ഭയപ്പെട്ട് ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നുള്ളൊരു ചിന്തയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സണിൽ വന്നിരിക്കുന്ന ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് എപ്പോഴേക്കോ ഈ പേഴ്സൺ വിചാരിച്ചിട്ടുണ്ട് ജീവിതത്തിൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകണമെന്നും താൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് യാഥാർത്ഥ്യമാക്കി എടുക്കണമെന്നും ഒക്കെ ഈ പേഴ്സൺ പണ്ടെപ്പോഴോ നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് ഇപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ പേഴ്സന്റെ യഥാർത്ഥ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകാനും ലക്ഷ്യബോധം, അതായത് ലക്ഷ്യത്തെ പൂർത്തീകരിക്കുവാനുമുള്ള ഒരു സഹായമായി മാറുകയാണ്. ഇപ്പോൾ ഈ വ്യക്തിയുടെ ഒരു ആയുധം എന്ന് പറയുന്നത് നിങ്ങളോടുള്ള ആത്മാർത്ഥ സ്നേഹവും, രണ്ടാമത്തെ ആയുധം എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷനുമാണ്. അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വ്യക്തി നന്നായി തന്നെ നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്തേക്ക് വളരെ സ്നേഹത്തോടെ വരുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ ആട്ടി ഓടിച്ചിട്ടുണ്ട്, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയണം. നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഇനി എന്നെ കാണരുത്, എനിക്ക് മെസ്സേജ് അയക്കരുത് എന്നൊക്കെ ഈ പേഴ്സൺ നിങ്ങളെ അത്രയും വേദനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ ഈ പേഴ്സൺ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പേഴ്സൺ എന്തെങ്കിലും കാര്യങ്ങൾ കുറച്ച് നാളത്തേക്ക് വേണ്ട എന്ന് വെക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു കാരണമുണ്ട് എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ താല്പര്യപ്പെടുന്നത്. ഓക്കെ, അതായത് ഈ പേഴ്സൺ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ വേണ്ട, അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു കാരണമുണ്ടെന്നും നിങ്ങളുടെ യഥാർത്ഥ സ്നേഹം പൂർത്തീകരിക്കുവാൻ വേണ്ടി വീണ്ടും ഈ പേഴ്സൺ പൂർവാധികം ശക്തിയോട് കൂടി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു മെന്റാലിറ്റിയിലും കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിൽ നിന്നും വളരെയധികം അകന്നു നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിശക്തമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. യെസ്, വെഡ്ഡിങ് ആണ്. അതായത് ഈ പേഴ്സന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ ഈ പേഴ്സൺ അത്രയും അധികം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. പണ്ട് എപ്പോഴേക്കോ ഈ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളെ കണ്ടുമുട്ടിയ നാൾ മുതൽ തൊട്ട് തന്നെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നിങ്ങളെ പറ്റിയിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളായിട്ടുള്ള കല്യാണം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നത്, ഒന്നിക്കുന്നത് ഒക്കെ ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പേഴ്സന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു ആയുധമായി മാറുന്നത്. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല.
26-ാം തീയതി ജനുവരി വാട്ടർ പ്യൂരിഫിക്കേഷൻ തീ ബീച്ച് ചതയം തൃക്കേട്ട 2024 12-ാം തീയതി. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.